ഞങ്ങൾക്ക് തന്നെ ഭയമാണ്. എന്നാണ് ഇവരെയൊക്കെ ബിന്ദുജിന്നും ഗീതാകൃഷ്ണൻജിന്നൊക്കെ വിളിക്കേണ്ടി വരുന്ന ഭയത്തിലാണ് ഞങ്ങൾ ടൗൺ ഹാള്. ഇവിടെ ടൗൺ ഹാൾ ഉണ്ട്. ഈ ടൗൺ ഹാൾ കൂടെ കൂടിയിരിക്കുമ്പോൾ നവീകരിക്കും. നവീകരിച്ച് 10 ദിവസം കഴിയുമ്പോൾ അന്നത്തെ മേയറുടെ മകളുടെ കല്യാണം നടക്കും. ഏറ്റവും അവസാനം 54 ലക്ഷം രൂപ നവീകരിച്ചു. തൊട്ടുപറേ മേയറുടെ മകളുടെ കല്യാണം നടക്കും. രണ്ടാമത്തെ കാര്യം, ഇവരൊരു വികസന സന്ദേശ യാത്ര നടത്തി. ഇതിലെ കൂടെ അറിയോ, ഈ ചവറയിൽ കഞ്ഞിമേലും വെച്ചും കൂടെ വികസന സന്ദേശ യാത്രയിൽ പങ്കെടുക്കാൻ പോയ ഒരു സഖാവ് ആ പൊളിഞ്ഞ റോഡിൽ വീണ് കാലൊടുക്കി കിടക്കുക. അങ്ങനെ ഉണ്ടായോ ചേട്ടാ? ഇരിക്കും അല്ല, ഈ മൈക്കോട്ടിരിക്കട്ടെ. ഒരു മിനിറ്റ് ചേട്ടാ, ഇല്ല. എന്താ ഇത്? പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ എന്താ പറയാ, രാഷ്ട്രീയ പോരിന്റെ എല്ലാ വീറും വാശിയും ഒരുപക്ഷെ ദൗർഭാഗ്യകരമായ ചിലതുകൂടെ കണ്ടിട്ടാണ് ഇന്നലെ ഈ സമയത്ത് മനോരമ സ്പോട്ട് കവല പ്രേക്ഷകർ പാലക്കാട് നിന്ന് കണ്ടത്. അതൊന്നും സാരമില്ല. കാര്യം മാത്രമാണ്, കൊല്ലം ജില്ലയുടെ രാഷ്ട്രീയ ചിത്രം എന്താണ്, സംസ്ഥാനത്ത് ആകെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് കൊല്ലംകാർ മനസ്സിലാക്കുന്ന എന്താണെന്നൊക്കെ പരിശോധിക്കാനാണ് നമ്മളോട് നിൽക്കുന്നത്. ബെസ്റ്റ്. ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നേക്കുന്നത്. കൊല്ലം കടപ്പാക്കട സ്പോർട്സ് ക്ലബിന്റെ മൈതാനത്ത് നമ്മൾ ഒത്തുകൂടുന്നു. വോട്ട് കവലയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. നേതാക്കളുണ്ട്. ശ്രീ SR അരുൺ ബാബു LDF നിന്ന്, ശ്രീമതി ബിന്ദു കൃഷ്ണ UDF നിന്ന്, ശ്രീ VS ജിതിൻ ദേവ് NDAയിൽ നിന്ന്. ഞാൻ 3 അതിഥികളിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് കൊല്ലത്തിന്റെ മനസ്സിലൊന്ന് കുറച്ച് വോട്ടർമാരെന്ന് അറിയാൻ താല്പര്യപ്പെടുകയാണ്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അയ്യപ്പദാസേ, ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പുള്ളിക്കടക്കുമ്പോൾ ഒരു കോളനി ഉണ്ട്. പറയുന്ന ശൗചാലയം പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുക. കേന്ദ്ര സർക്കാരിന്റെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ശൗചാലയം അടക്കമുള്ള കാര്യം. അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിലും വരണ്ടേ? എന്തൊരു ചൊറിച്ചില്. നരേന്ദ്രമോദിക്ക് നേരിട്ട് വന്നിട്ട് കക്കൂസ് പണിയാൻ പറ്റുമോ? അല്ല, അങ്ങനെ അവര് ചെയ്യുന്നില്ല. നിങ്ങൾ ഫണ്ട് കൊടുത്തിട്ടുണ്ട്, അവർ ചെയ്യുന്നില്ല. അങ്ങനെ കോടിക്കണക്കിന് രൂപ അഴിമതി, 8 കോടി രൂപ. കാര്യം കേട്ടോ, കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താല് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അഷ്ടമുടിക്കായൽ നവീകരണം പറഞ്ഞ് 8 കോടി രൂപ. മഴയാവുന്നതിന് 10 ദിവസം മുമ്പ് പോയിട്ട് എന്ത് ചെയ്യും? ഈ മാലിന്യം മൊത്തം അവിടുന്ന് വാരി വെക്കും. മഴ പെയ്യുമ്പോ ഈ മാലിന്യം വീണ്ടും അങ്ങോട്ട് ചെല്ലും. വാരിയതിന് കൂലി, പോയി കഴിയുമ്പോൾ വീണ്ടും വരുന്നതിന് കൂലി. ഇതാണ് ഇവരുടെ നവീകരണം. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? കൊല്ലന്തോട് നവീകരണം 20 വർഷമായിട്ട് കൊല്ലന്തോട് നവീകരിച്ചോണ്ടിരിക്കുക. ചെയ്യുന്നത് ടൗൺ ഹാൾ കൂടെ നവീകരിക്കും. ആ നവീകരണം കഴിഞ്ഞ തൊട്ട് പറയലെ നിലവിലെ മേയറുടെ മകളുടെ കല്യാണവും നടക്കും. ഇതല്ലാതെ ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ടൗൺ ഹാള്. ഇവിടെ ടൗൺ ഹാൾ ഉണ്ട്. ഈ ടൗൺ ഹാൾ കൂടെ കൂടിയിരിക്കുമ്പോൾ നവീകരിക്കും. നവീകരിച്ച് 10 ദിവസം കഴിയുമ്പോൾ അന്നത്തെ മേയറുടെ മകളുടെ കല്യാണം നടക്കും. ഏറ്റവും അവസാനം 54 ലക്ഷം രൂപ നവീകരിച്ചു. തൊട്ടുപറേ മേയറുടെ മകളുടെ കല്യാണം നടക്കും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇവരുടെ കൗൺസിലർമാര് ഈ കൊല്ലം കോർപ്പറേഷനകത്ത് ചെയ്ത ഒരു മേജർ സമരം, അഴിമതിപ്പണത്തിന്റെ പങ്ക് കിട്ടിയാൻ പറഞ്ഞ സമരമല്ല. രണ്ടാമത്തെ കാര്യം, ഇവരൊരു വികസന സന്ദേശ യാത്ര നടത്തി. ഇതിലെ കൂടെ അറിയോ, ഈ ചവറയിൽ കഞ്ഞിമേലും വെച്ചും കൂടെ വികസന സന്ദേശ യാത്രയിൽ പങ്കെടുക്കാൻ പോയ ഒരു സഖാവ് ആ പൊളിഞ്ഞ റോഡിൽ വീണ് കാലൊടുക്കി കിടക്കുക. അങ്ങനെ ഉണ്ടായോ ചേട്ടാ? ഇരിക്കും അല്ല, ഈ മൈക്കോട്ടിരിക്കട്ടെ. ഒരു മിനിറ്റ് ചേട്ടാ, ഇരിക്കും. ഇല്ല. എന്താ ഇത്? എനിക്ക് അപ്പോഴേ തോന്നി ടമാർപടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. എന്താ ദയവായി നോക്കൂ. ചേട്ടാ ഒരു ഗംഭീര അടി നടത്തേണ്ടി വരും. കൂടെ നിന്നോളാം. ഞാൻ നിൽക്കില്ല. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്ത് വരാം, അപ്പോഴേക്കും സമാധാനാവുന്ന വിചാരിക്കാം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഈ 3 മിനിറ്റ് കൊണ്ട് എല്ലാവരും വീണ്ടും പഴയ പോലെ തന്നെ ചർച്ച തുടരാമെന്ന് ആണ് സമ്മതിച്ചിരിക്കുന്നത്. അതിലുള്ള സന്തോഷം കൂടെ ഈ നാട്ടുകാരോട് അറിയിക്കുകയാണ്. അപ്പൊ ദയവ് ചെയ്ത് എന്നെ കൈവിടരുത്. സംശയം. അടുത്ത വിഷയം. ശരി, ഇവിടെ എന്താ പറയാ, ചേച്ചി പറയുന്നുണ്ടായിരുന്നു പിന്നെ അമിത്ഷായായിട്ട് ഡീലാണ്, അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്യുകയാണെന്നുള്ളത്. പക്ഷെ ഞാൻ ബിന്ദു ചേച്ചി ഒന്നും പറഞ്ഞില്ല. കാരണം ഞാൻ എപ്പോഴാണ് ബിന്ദു ചേച്ചിയെ ബിന്ദുജി എന്ന് വിളിക്കേണ്ടി വരുന്നത് എനിക്കറിയത്തില്ല. ഞങ്ങൾക്ക് തന്നെ ഭയമാണ്. എന്നാണ് ഇവരെയൊക്കെ ബിന്ദുജിന്നും ഗീതാകൃഷ്ണൻജിന്നൊക്കെ വിളിക്കേണ്ടി വരുന്ന ഭയത്തിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പറയാത്തൊരു വികസനം ഞാൻ പറഞ്ഞുതരാം. LDF സർക്കാർ നടപ്പിലാക്കിയ ഇവിടെ ഒരു ഓലയിൽ കടവ് പാലമുണ്ട്. ഇതേപോലെ ഒരു പാലം വേറെങ്ങുമില്ല. കാരണം ഒരു പാലം വന്ന് ഇങ്ങനെ നിൽക്കുവോ, പൂർത്തിയാകുന്നില്ല. പാലം വന്ന് കായലിൽ നിൽക്കുവോ, ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ.
കൊറേ സമയമായിട്ട് കളിയാക്കണ്. രണ്ടാമത്തെ വിഷയം അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ സർക്കാർ ആശുപത്രി ജില്ലാ ആശുപത്രിയുടെ വികസനത്തെ പറ്റി. ജില്ലാ ആശുപത്രിയിൽ ഒരു രോഗി ചെന്നാൽ ഇവർ റഫർ ചെയ്യും. എവിടേക്കെന്നറിയോ? മെഡിക്കൽ കോളേജിലേക്കല്ല, യമദേവന്റെ അടുത്തേക്ക്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ. ശബരിമലയിൽ നിന്ന് കട്ട സ്വർണം ക്ലിഫ് ഹൗസിലാണോ AKG സെന്ററിലാണോ എവിടെ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.